സാധാരണ കാണുന്ന ഒരു കളറല്ല കേട്ടോ. അത് എവിടേക്ക് നോക്കി ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വെള്ളം ഉള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല വെയിലുണ്ട്. വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് കേട്ടോ, ഇങ്ങനെ കാലിട്ടുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലത്ത് വരുന്നത്, കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. ചിലപ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഉറുമി വെള്ളച്ചാട്ടം. പിന്നെ ഇതാ അവിടേക്ക് നോക്കിയിട്ടുണ്ടെ കാണാം വെള്ളം ഇങ്ങനെ ഒഴുകി 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 വരുന്നത്. എനിക്ക് പേരറിയാത്ത കുറേ മീനുകളുണ്ട്, കുറേ ചിത്രശലഭങ്ങളുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാനിവിടെ വന്ന സമയത്തെ അവിടെ കുറച്ച് പൈപ്പിന്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. ആ ഡാമിന്റെ അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തിയത് എന്തായാലും വെറുതെ ആയില്ല. അടിപൊളി ഒരു വൈബുള്ള സ്ഥലമാണ്. നേച്ചർ വൈബ് ഒക്കെ ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു സ്പോട്ട് ഒരു അടിപൊളി ചോയ്സ് ആണ് കേട്ടോ. നമ്മുടെ ഫോട്ടോഷൂട്ടിനും അതേപോലെ സേവ് ദ ഡേറ്റിനും ഒക്കെ പറ്റിയ ഒരു സ്പോട്ടാണ് കേട്ടോ. ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. ഇപ്പൊ എന്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു വെള്ളം. എനിക്ക് ഇവിടെ നോക്കുമ്പോൾ നല്ല ബ്ലൂ ഷെയ്ഡിൽ അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ കണ്ണിന്റെ അത്രയും ഭംഗി ഒരു ക്യാമറയ്ക്ക് ഇല്ലല്ലോ. അതുകൊണ്ട് എത്രത്തോളം അത് നിങ്ങളിലേക്ക് എത്തുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നേരിട്ട് കാണാൻ അടിപൊളിയാണ്. ഇപ്പൊ ഇവിടെ വെള്ളം കുറവാണ്. പക്ഷെ എന്ന് വെച്ചാൽ ഭംഗിക്ക് കുറവൊന്നുമില്ല, നല്ല ഭംഗിയുണ്ട്. പക്ഷേ മലയിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ എപ്പോ വേണമെങ്കിലും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വെള്ളം ഇറച്ചി വരും. അപ്പൊ അതുകൊണ്ട് നമ്മളൊന്ന് സൂക്ഷിക്കണം. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ചുറ്റും ഒരു കണ്ണ് വേണം. എപ്പോഴാ മഴ പെയ്യുന്നെന്ന് അറിയില്ല. ചില സമയത്ത് നമ്മൾ ഇങ്ങനെ നിൽക്കും, കാലാവസ്ഥ ഇങ്ങനെ തെളിഞ്ഞു തന്നെ ആയിരിക്കും. പക്ഷെ മുകളിൽ മഴ പെയ്യും, നമ്മളത് അറിയണമെന്നില്ല. അപ്പൊ അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.